Very good morning to one and all. My name is Rajendra Kumar Anayat. Today, I wish to speak a couple of words to you. It's just because of one of my students whom I taught almost 25 years ago, Mr. Venu. He requested me to be a part of this year's Engineers Day celebrations. And I came to know that your institution is celebrating under the NSS a one-day seminar on e-waste management, specifically under the National Service Scheme. He also told me this is an initiation done by the NSS State Coordinator Sri P. Ranjit and District Coordinator Dr. Vipul Murali and NSS PAC member Sri Bobby Jacob and the whole team are behind this program. So first of all, let me congratulate and appreciate each one of you for taking up such a relevant topic to discuss among the students. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം. എൻജിനീയേഴ്സ് ഡേ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഓരോരോ ദിവസങ്ങളിലായിട്ടാണ് ആഘോഷിക്കാറുള്ളത്. എന്നാൽ നമ്മളുടെ ഇന്ത്യയിൽ അത് സെപ്റ്റംബർ 15 ശ്രീ മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യയെ കൊമമറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. കാരണം അദ്ദേഹത്തിൻ്റെ എൻജിനീയറിംഗ് ഫീൽഡിൽ ഇന്ത്യ മഹാരാജ്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ നമ്മൾ പരിഗണിച്ചാൽ അതിന് കിടപിടിക്കത്തക്ക രീതിയിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല, ഇനിയും ഉണ്ടാകാനിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ എല്ലാ രാജ്യങ്ങളിലും ഇതുപോലെ ഒരു പ്രത്യേക ആളുകൾ ആ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ അമേരിക്കയിൽ പോയി നോക്കിയാൽ അവിടെ നയാഗ്ര ഫോൾസിൻ്റെ തൊട്ടടുത്ത് നമുക്ക് മിസ്റ്റർ ടെസ്ലയുടെ ബസ്റ്റ് വെച്ചിട്ടുണ്ട്, സ്റ്റാച്യു, അത് കാണാൻ പറ്റും. അപ്പോൾ അമേരിക്കയുടെ ശരിക്കുള്ള വളർച്ചയിൽ ടെസ്ല വഹിച്ച പങ്ക് അതിനെ ഓർമ്മിപ്പിക്കാനാണ് അവരത് വെച്ചിട്ടുള്ളത്. അവിടെ മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യയുടെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് ശരിക്കും കാണണമെങ്കിൽ എല്ലാ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലും പിന്നെ മഹാരാഷ്ട്രയിലും അതിൽ ഏറ്റവും കൂടുതൽ കർണാടകയിലും നമുക്ക് അദ്ദേഹത്തിൻ്റെ എൻജിനീയറിംഗ് വൈവിധ്യം, അദ്ദേഹത്തിൻ്റെ എൻജിനീയറിംഗ് നിപുണത നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ അവസരത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് ചൂസ് ചെയ്തതിന് ഒന്നും കൂടെ അപ്രീഷിയേറ്റ് ചെയ്യാണ്, കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. കാരണം ഇത് നീഡ് ഓഫ് ദ ടൈം എന്ന് പറയാം, അതുപോലത്തെ ഒരു ടോപ്പിക്കാണ്. കാരണം ഈ പോസ്റ്റ് കോവിഡ് ഇറ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ഇന്ന് കാണുന്ന ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത് നമ്മൾ പ്രകൃതിക്ക് എഗെയിൻസ്റ്റായിട്ട് പോകാൻ തുടങ്ങിയത് കൂടിയാണ്. അതല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഈ ലോകത്തിലുള്ള എല്ലാ സർവ്വചരാചരങ്ങളെയും എടുത്തു നോക്കൂ. ഈ മനുഷ്യജീവി മാത്രമാണ് പ്രകൃതിയുടെ മാറ്റത്തിനനുസരിച്ചിട്ട് സ്വയം മാറാതെ നമ്മൾ പ്രകൃതിയെ മാറ്റാൻ ശ്രമിക്കും. അങ്ങനെ ഉള്ള ഒരേ ഒരു ജീവിവർഗം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മാത്രമാണ്. ഇപ്പം മൃഗങ്ങൾ വിൻ്റർ വന്നു, അവർ ആ വിൻ്ററുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അല്ലാതെ കണ്ട അവരവിടെ ഒരു ഹീറ്റർ വെച്ചിരിക്കാനോ അല്ലെങ്കിൽ സമ്മറിൽ ഒരു AC വെക്കാനോ അവർ ശ്രമിക്കില്ല. അപ്പോൾ ഒരു ക്രീച്ചറും ഭൂമിയിൽ അങ്ങനെ ചെയ്യില്ല. പ്രകൃതിയെ ഒന്ന് ആൾട്ടർ ചെയ്യാൻ വേണ്ടി ആരും ശ്രമിക്കില്ല. പക്ഷേ മനുഷ്യനത് ചെയ്തേ പറ്റൂ നമ്മളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്. അത് മനുഷ്യൻ്റെ പുരോഗതിയുടെ ഭാഗമാണ്, നമ്മളതിന് എതിരല്ല. പക്ഷേ അങ്ങനെ നമ്മൾ പ്രകൃതിയെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റുമ്പോൾ നമുക്ക് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്.
ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാത്തത് കൊണ്ടാണ് ഈ കൊറോണ പോലത്തെ അസുഖങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം വരുന്നത്. ഇനി ഞാൻ വളരെ സ്പെസിഫിക്കായിട്ട് നമ്മുടെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്രിൻറ്റിങ് എഞ്ചിനീയറാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫീൽഡിൻ്റെ അകത്ത് നിന്നാണ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് ഇന്നത്തെ കാലത്ത് നമ്മുടെ ജനറൽ ഇൻഡസ്ട്രീസ് നമ്മൾ 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 1, 2, 3 ഇത് 4ാമത്തെ ഒരു തരംഗം എന്ന് പറയാം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. അതിൽ 1ഉം 2ഉം ഒക്കെ ഉണ്ടായത് UK-യിലും അമേരിക്കയിലും, 3ാം അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. 1ഉം 2ഉം 3ഉം. പക്ഷേ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 4 അതായത് ഇൻഡസ്ട്രി 4.0 എന്ന് പറഞ്ഞാൽ അത് ആരംഭിച്ചത് ബേസിക്കലി ജർമ്മനിയിൽ നിന്നാണ്. അത് 2015 ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതായത് അവർ പറഞ്ഞത് ഇനി ലോകത്തിലെ സിസ്റ്റം ഫങ്ഷനിങ് എല്ലാം മാറാൻ പോവുകയാണ്. അതെങ്ങനെയാണ് മാറാൻ പോണത് എന്ന് പറഞ്ഞാൽ ബേസിക്കലി 3 കാര്യങ്ങളിൽ. ഒന്ന് അത് സൈബർ ഫിസിക്കൽ സിസ്റ്റം, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, പിന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഈ 3 കാര്യങ്ങൾ ചേർന്ന് ഒരു സിസ്റ്റം ഫങ്ഷനിങ് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ പോവുകയാണ് ഇനി വരാൻ പോണ കാലത്ത്. അപ്പോൾ ഈ മാറ്റം വരുമ്പോൾ നമ്മൾ എങ്ങനെ സ്വയം നമ്മുടെ സ്കില്ലിനെ മാറ്റണം, നമ്മൾ എങ്ങനെ അതിനനുസരിച്ച് പ്രതികരിക്കണം എന്നുള്ളത് വളരെ വലിയ ഒരു ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ. അപ്പോൾ ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ മാറ്റം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്ത ഒന്നേ ഉള്ളൂ. പണ്ട് കാൾ മാർക്സും പറഞ്ഞിട്ടുണ്ട്, ചേഞ്ച് ഈസ് ദ ഓൺലി കോൺസ്റ്റൻറ്റ് എന്ന്, അല്ലെങ്കിൽ ചേഞ്ച് ഈസ് ദ ഓൺലി തിങ് വിച്ച് ഹാസ് നോ ചേഞ്ച് എന്ന് പറയും. അപ്പോൾ മാറ്റം നമ്മൾ എന്താ പറയുക, ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. പക്ഷേ ആ മാറ്റത്തിനനുസരിച്ച് പ്രകൃതിയെ നശിപ്പിക്കാതെ നമ്മളെങ്ങനെ പ്രോഗ്രസ് ചെയ്ത് മുമ്പിലേക്ക് പോവാം എന്നുള്ളതാണ് നമ്മൾ ഓരോ ആളുകളും ഓരോ സിറ്റിസണും അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ട ഒരു പോയിൻ്റ് അത് മാത്രമാണ്. ഇപ്പോൾ പ്രിൻറ്റിങ് ഇൻഡസ്ട്രി സ്പെസിഫിക്കായിട്ട് പറഞ്ഞാൽ ഇന്നത്തെ പ്രിൻറ്റിങ് ഇൻഡസ്ട്രി 3 കാര്യങ്ങളിലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ക്വാളിറ്റി, ടൈം ആൻഡ് കോസ്റ്റ്. ഇത് മറ്റ് ഫീൽഡിലും ശരിയായിരിക്കാം, ഇത് തന്നെ ആയിരിക്കാം അവരുടെയും ഫോക്കസ്. അപ്പോൾ ഇത് ഫോക്കസ് ചെയ്ത് നമ്മുടെ ഇൻഡസ്ട്രി അതിലാദ്യം ചെയ്യാൻ പോകുന്നത് ഡിജിറ്റലൈസേഷൻ ആൻഡ് ഓട്ടോമേഷനാണ്. അപ്പോൾ എല്ലാ ഫീൽഡിലും ഒരു ഡിജിറ്റലൈസേഷനും ഓട്ടോമൈസേഷനും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വേണമെന്ന് വെച്ചാലും വേണ്ട എന്ന് വെച്ചാലും വന്നുകൊണ്ടിരിക്കും. നമുക്ക് അതൊരു ഓൺഗോയിങ് ഇന്നോവേഷനാണ്. അതിനെ ആക്സെപ്റ്റ് ചെയ്യുക, എംബ്രേസ് ചെയ്യുക, വേറെ മാർഗമില്ല. അപ്പോൾ വെരി സ്പെസിഫിക് ടു പ്രിൻറ്റിങ് ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ ഡിജിറ്റലൈസേഷൻ ആൻഡ് ഓട്ടോമേഷനിൽ ഡിജിറ്റലൈസേഷൻ, ഇൻഡസ്ട്രി 4.0 അതായത് അതിൽ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, പിന്നെ നമ്മളതിനെ പ്രിൻറ്റ് 4.0 എന്ന് പറയും. പിന്നെ ഈ ഓപ്പൺ പ്രോട്ടോകോൾ സിസ്റ്റംസ് വെച്ചിട്ട് എങ്ങനെ നമ്മൾ ഓരോ ഫങ്ഷനിങ്ങിനെയും ഒരു പ്ലാറ്റ്ഫോം ഇക്കോണമിയിലേക്ക് മാറി എങ്ങനെ അതിനെ മാറ്റുന്നു എന്നുള്ളതാണ് വേറൊരു ചേഞ്ച് വരാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഗുണം, അതിന് ഗുണമുണ്ട് ദോഷമുണ്ട്. ഇതിലാദ്യത്തെ ഗുണം ഇപ്പോൾ അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലാംഗ്വേജസ്, ബിഗ് ഡാറ്റ അനലിറ്റിക്സ്, ഇതൊക്കെ നമ്മൾ എടുത്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാൻസ്പാരൻസി ഓഫ് ഡിസിഷൻസ്. നമ്മുടെ തീരുമാനങ്ങളിൽ ഒരുപാട് ട്രാൻസ്പാരൻസി കൊണ്ടുവരാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ലോകത്തിലെ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാൾ നമുക്ക് ഒരു ഡിസിഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ എന്താ പറയുക, അക്യുറസി വരാനുള്ള സാധ്യത ബിറ്റ്വീൻ 60 to 70% ആണ് ഓൺ ആൻ ആവറേജ്. പക്ഷേ അതേ സമയത്ത് നമ്മൾ ഈ ഡിജിറ്റൽ സിസ്റ്റംസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സും എല്ലാം ഉപയോഗിച്ച് നമ്മൾ ഡെസിഷൻ മേക്കിങ്ങും കാര്യങ്ങളും ചെയ്യുമ്പോൾ ഡെസിഷനിൽ ട്രാൻസ്പാരൻസി വരും എന്ന് മാത്രമല്ല അതിൻ്റെ അക്യുറസി ആൾമോസ്റ്റ് ഓൺ ആൻ ആവറേജ് 82% ആവുന്നവർ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷൻസിലും നമുക്ക് ഒരു മിസ്റ്റേക്ക് പറ്റില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പിന്നെ രണ്ടാമത് അതിൽ കിട്ടുന്ന വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ലോജിസ്റ്റിക്സിനെയൊക്കെ നമുക്ക് ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് നടക്കുന്ന വലിയൊരു പ്രശ്നം കുറേ കാര്യങ്ങളിൽ നഷ്ടം വരാനും അതിനൊക്കെയുള്ള കാരണം നമുക്ക് ലോജിസ്റ്റിക്സിനെ ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റണില്ല ഒരു ഇൻഡസ്ട്രിയിലും, പ്രത്യേകിച്ച് പ്രിൻ്റ് ഇൻഡസ്ട്രിയിലും. അപ്പോൾ അത് നമുക്ക് ഒരുപാട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂട്ടുന്നുണ്ട്. അപ്പോൾ അതിനെ കുറയ്ക്കാൻ അത് സഹായിക്കും.
പിന്നെ മൂന്നാമത്തത്, നമുക്ക് പല ഫീൽഡുകളിലും നമുക്ക് ഈ ബെഞ്ച് മാർക്കിങ്സ് ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ ഇനി വരാൻ പോണ കാലത്ത് ഈ ഒരു സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ നമുക്ക് ഒരുപാട് ബെഞ്ച് മാർക്കിങ്സ് അവൈലബിൾ ആയിരിക്കും. ബെഞ്ച് മാർക്കിങ്സ് ഇല്ലാതെ നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വാട്ട് കംസ് നെക്സ്റ്റ് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, ഗ്ലോബൽ ട്രെൻഡ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ടെക്നോളജിക്കൽ ചേഞ്ചസ് ഒരുപാടുണ്ടാവും. അപ്പോൾ നമ്മൾ പ്രിൻറ്റിംഗ് ഫീൽഡിൽ സ്പെഷ്യലൈസേഷൻസ് വരും, ഓട്ടോമേഷൻസ് വരും, ഇൻഡസ്ട്രി 4.0 വരും. പിന്നെ സസ്റ്റൈനബിലിറ്റി വലിയൊരു ചോദ്യചിഹ്നമായിട്ട് എല്ലാവരെയും മുമ്പിൽ വരും. പിന്നെ ഈ ഡെമോഗ്രാഫിക്കൽ ചേഞ്ചസ്, സെക്യൂരിറ്റി, ബ്രാൻഡ് പ്രൊട്ടക്ഷൻ, പിന്നെ പല ഡാറ്റ ഡ്രിവൺ ആപ്ലിക്കേഷൻസ്, ഇതൊക്കെ അതിലൊരു മേജറായിട്ടുള്ള കാര്യമായിട്ട് വരും. പിന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ, പ്രിൻറ്റിംഗ് ഇൻഡസ്ട്രിയിൽ എന്താണ് ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ എന്ന് ചോദിച്ചാൽ അതിൽ ഫങ്ഷണൽ പ്രിൻറ്റിംഗ്, അതായത് പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ വെറുതെ ആഡിങ് ഇങ്ക് ഓൺ പേപ്പർ അല്ല. അപ്പോൾ ഫങ്ഷണൽ പ്രിൻറ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് വരും, ഇൻഡസ്ട്രിയൽ പ്രിൻറ്റിംഗ് വരും. അതായത് ഈ പ്രിൻറ്റിംഗ് കമ്പനികളൊക്കെ ഒരു പ്രിൻറ്റിംഗ് ഫാക്ടറീസായിട്ട് മാറും. ഫിനിഷിംഗ് ആൻഡ് ഡെക്കറേഷനിൽ ഒരുപാട് കാര്യങ്ങൾ വരും, പാക്കേജിങ് പ്രിൻറ്റിങ്ങിൽ വരും, പിന്നെ ആക്റ്റീവ് ആൻഡ് ഇൻ്റലിജൻറ്റ് പാക്കേജിങ് വരും, ഇങ്ക്ജെറ്റിൻ്റെ ആപ്ലിക്കേഷൻസ് ഒരുപാട് വരും. പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യാതിരുന്ന ഒരു ഫീൽഡുണ്ട്, അതാണ് ടെക്സ്റ്റൈൽ പ്രിൻറ്റിങ്. ടെക്സ്റ്റൈൽ പ്രിൻറ്റിങ്ങിൻ്റെ ഫീൽഡിൽ നമുക്ക് പ്രിൻറ്റേഴ്സിന് ഒരുപാട് ഓപ്ഷൻസ് വരാൻ പോണ കാലത്ത് വരും. അപ്പോൾ ഇനി വരാൻ പോണ കാലത്ത് ശരിക്കും ഒരു ഫോക്കൽ ടോപ്പിക്സ് ഫോർ ഗ്രോത്ത് പൊട്ടൻഷ്യൽ, ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാ ഇൻഡസ്ട്രീസും പറയുന്ന പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. AI നമ്മുടെ ഫീൽഡിലും വരും. പിന്നെ കണക്റ്റഡ് കസ്റ്റമേഴ്സ്, ഓരോ കസ്റ്റമറായിട്ടും പേഴ്സണൽ ലിങ്ക് ഉണ്ടാവും വരാൻ പോണ കാലത്ത്. അല്ലാതെ കണ്ട് പണ്ടത്തെ പോലെ ആരെങ്കിലും വരിക എന്തെങ്കിലും ചെയ്ത് പോവുക അത് നടക്കില്ല. കാരണം ഈ പ്ലാറ്റ്ഫോം നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ AI വരും, കണക്റ്റഡ് കസ്റ്റമർ വരും, പിന്നെ നമ്മൾ പതുക്കെ പ്ലാറ്റ്ഫോം ഇക്കോണമിയിലേക്ക് മൂവ് ചെയ്യും. അതായത് ഇപ്പോൾ ഈ അലിബാബ പോലത്തെ കമ്പനികളും അല്ലെങ്കിൽ ആമസോൺ പോലത്തെ കമ്പനികളും ഓയോ പോലത്തെ കമ്പനികളും അവരെ ബിസിനസ് എങ്ങനെ ചെയ്യുന്നു അതേപോലെ മാനുഫാക്ചറിങ് ഫീൽഡും പതുക്കെ ഒരു പ്ലാറ്റ്ഫോം ഇക്കോണമിയിലേക്ക് മൂവ് ചെയ്യും. കാരണം പണ്ട് നമ്മൾ വിചാരിച്ചത് പ്രൊഡക്ഷൻ ഫീൽഡിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്, പക്ഷേ അതും നമുക്ക് തീർച്ചയായിട്ടും പറ്റും. പിന്നെ അതിൽ നാലാമത്തെ ഒരു ചേഞ്ച്, ഫോക്കസ് പോയിൻ്റായിട്ട് അവർ പറയുന്നത് ഈ സർക്കുലർ ഇക്കോണമിയാണ്. സർക്കുലർ ഇക്കോണമിയാണ് ഇന്ന് നിങ്ങളുടെ ടോപ്പിക്കായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ളത്. അത് ഞാൻ ആ പോയിന്റിലേക്ക് വീണ്ടും വരാം. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അണ്ടറിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ബിഗ് ഡാറ്റ, അതാണ് അതിലൊരു സബ്സെറ്റായിട്ട് വരുന്നത്. പിന്നെ ഒന്ന് ഡിജിറ്റൽ ട്വിൻ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഡാറ്റ ലോസേ വരില്ല, എല്ലാത്തിൻ്റെയും ഒരു ബാക്കപ്പ് ഉണ്ടാവും. അപ്പോൾ സർവീസ് ഇൻഡസ്ട്രീസിൽ പ്രത്യേകിച്ച് ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇതിൻ്റെയൊക്കെ ഈവൻ സർവീസ് എഞ്ചിനീയർ ഇപ്പോൾ ഒരു ഫോറിൻ കൺട്രിയിൽ നിന്നോ വേറൊരു സ്ഥലത്തു നിന്നോ വരേണ്ട ആവശ്യമില്ല. ഈ ഡിജിറ്റൽ ട്വിൻ വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, ഓഗുമെൻറ്റഡ് റിയാലിറ്റി വഴിയും ഓരോ രീതിയിലും ആ എക്വിപ്മെൻറ്റിനെ മുമ്പിൽ കണ്ട് ഇവിടുന്ന് തന്നെ നമുക്ക് റിപ്പയർ ചെയ്യാനും ഡാറ്റ കളക്ട് ചെയ്യാനും ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാനും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സർവീസസ് മുഴുവൻ ഒരു വെർച്വൽ സർവീസസ് ആയിട്ട് മാറും വരാൻ പോണ കാലത്ത്. അപ്പോൾ ഈ കണക്റ്റഡ് കസ്റ്റമർ എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആണ് നമ്മളെല്ലാവരെയും കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാധനം. പിന്നെ പ്രിൻറ്റിങ്ങിലെ വെബ് ടു പ്രിൻറ്റ് അത് ആൾറെഡി വന്നിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് അതുൽ സരൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു 12 കൊല്ലം മുമ്പ് തന്നെ ഇന്ത്യയിൽ അങ്ങനെ ഒരു കമ്പനി ബാംഗ്ലൂർ തുടങ്ങിയിരുന്നു. ഇപ്പോൾ അവർ അന്ന് ആ കോൺസെപ്റ്റ് വന്നപ്പോൾ ആളുകൾക്ക് സംശയമായിരുന്നു ഇത് എങ്ങനെയാണ് ഇത് സക്സസ്ഫുൾ ആവാൻ പോകണമെന്ന്. പക്ഷേ അത് സക്സസ്ഫുള്ളായിട്ട് ഉണ്ട് ഇപ്പോൾ. പിന്നെ ഈ പ്ലാറ്റ്ഫോം ഇക്കോണമി വരുമ്പോഴാണ് നമുക്ക് ഇൻഡസ്ട്രിയൽ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് IIoT എന്ന് പറയും, ആ ഫീൽഡിലേക്ക് കാര്യങ്ങൾ വരും. പിന്നെ എല്ലാ കാര്യങ്ങളും ഡിജിറ്റൽ ബിസിനസ് മോഡിലേക്ക് മാറും. ഡിജിറ്റൽ ബിസിനസ് മോഡ് എന്ന് പറഞ്ഞാൽ അത് ഇൻഡസ്ട്രി ടു ഇൻഡസ്ട്രി അത് മാറിക്കൊണ്ടിരിക്കും. കാരണം ആ കോൺസെപ്റ്റ് വേറെയാണ്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം ഇക്കോണമി കഴിഞ്ഞ് നെക്സ്റ്റ് ഫോക്കസ് നമുക്ക് വരുന്നത് മെയിനായിട്ട് സർക്കുലർ ഇക്കോണമി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ, പണ്ട് നമ്മൾ ഈ 4 Rs എന്ന് പറയാറുണ്ട്. അതായത് റിക്കവർ, റീസർക്കിൾ, റീയൂസ്, റീപർപ്പസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ 4R 5R ഓരോരുത്തരും ഓരോ രീതിയിൽ ഡിഫൈൻ ചെയ്യും. പക്ഷെ അതേ സാധനം തന്നെ നമുക്ക് ഡിസൈൻ, പ്രൊഡ്യൂസ്, ഡിസ്ട്രിബ്യൂട്ട്, കൺസ്യൂം ആൻഡ് റീസൈക്കിൾ എന്ന് പറയും. ഇതാണ് അതിൻ്റെ ആ സൈക്കിൾ വരുന്നത്. നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്യുക ഒരു സാധനം, എന്നിട്ട് അതിനെ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് നമ്മൾ കൺസ്യൂം ചെയ്തതിന് ശേഷം അതിനെ റീസൈക്കിൾ ചെയ്യും. ഈ റീസൈക്ലിംഗ് പ്രോസസ്സാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കുന്ന കാര്യം. അപ്പോൾ ഇപ്പോൾ യൂറോപ്പിൽ നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ഒരു 50% അവർ റീസൈക്കിൾ ചെയ്യാൻ തുടങ്ങി ആൾറെഡി.
പിന്നെ അലുമിനിയം പാക്കേജിംഗ് ഒക്കെ ഒരു 60% മുകളിൽ ആൾറെഡി അവിടെ ആയിക്കഴിഞ്ഞു അവർ റീസൈക്ലിംഗ്. പേപ്പർ ഇൻഡസ്ട്രി നോക്കൂ, നമ്മുടെ അതേ ഫീൽഡ് പേപ്പർ ഇൻഡസ്ട്രിയിൽ 72% ഓഫ് ദി പേപ്പർ വേൾഡ് ഓവർ റീസൈക്കിളബിളാണ്. റീസൈക്കിൾ ചെയ്തിട്ടാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ മോസ്റ്റ് എൻവറോൺമെൻറ്റൽ ഫ്രണ്ട്ലി എന്താ പറയുക ഒരു മീഡിയം എന്ന് പറഞ്ഞാൽ പേപ്പറാണ്. ഈ സാധനങ്ങളല്ല. ഇത് നമ്മൾ പ്രിൻ്റർ പറയേണ്ട ഒരു പോയിൻ്റാണ്. കാരണം ഇന്നത്തെ നിങ്ങളുടെ ഒരു ഡിസ്കഷൻ പോയിൻ്റ് തന്നെ ഈ വേസ്റ്റാണ്. അപ്പോൾ ഇതിൽ പറയുകയാണെന്ന് വെച്ചാൽ നമുക്കൊരു കോമൺ റെസ്പോൺസിബിലിറ്റി ഫോർ ദി എൻവിറോൺമെൻ്റ് ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റിയെ നമ്മൾ എടുക്കണം. എന്നിട്ട് സസ്റ്റൈനബിൾ സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം. അപ്പം ഞാൻ ഇന്ന് എന്നെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത് ഫീൽഡിലായാലും എന്തിൽ ഫോക്കസ് ചെയ്താലും നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട 2 ഏരിയാസ് വരാൻ പോണ കാലത്ത്. ഒന്ന്, ഈ എൻവിറോൺമെൻറ്റിനോടുള്ള ഈ കോമൺ റെസ്പോൺസിബിലിറ്റി, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ആലോചിക്കണം. പിന്നെ എങ്ങനെ ഞാനൊരു സസ്റ്റൈനബിൾ സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റും എനിക്ക്, അതും നിങ്ങൾ ആലോചിക്കണം. അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്താഗതിയിൽ മാറ്റം വരണം. അതെന്താണ് ആ മാറ്റം? ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി, നമ്മൾ താമസിക്കുന്ന ഈ വീട്, പണ്ട് നമ്മുടെ വിചാരം ഇത് നമ്മുടെ അച്ഛൻ നമുക്ക് ദാനമായിട്ട് തന്ന സ്ഥലമാണെന്നാണ്. ആ രീതിയിൽ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മുടെ മനസ്സിലെ ചിന്ത ഇതായിരിക്കണം. എന്ത്? ഈ വീടും ഈ സ്ഥലവും ഞാൻ താമസിക്കുന്ന സ്ഥലവും ഞാൻ എൻ്റെ ഗ്രാൻഡ് ചിൽഡ്രൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയതാണ്. അപ്പോൾ കടം വാങ്ങിയ ആ ഒരു ആൾക്ക് അത് തിരിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യത ഉണ്ട്. അപ്പം നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് അനുഭവിക്കാൻ പറ്റിയ ഈ ഫെസിലിറ്റീസെങ്കിലും നമ്മൾ നമ്മുടെ വരും തലമുറകൾക്ക് തിരിച്ചു കൊടുക്കാനുള്ളൊരു ബാധ്യത ഉണ്ട്. ആ ബാധ്യത നിറവേറ്റൽ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അപ്പോൾ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഈ സെമിനാറിൻ്റെ ഇടയ്ക്ക് ഈ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു സമസ്യയാണ് ലോകത്തിന് മുമ്പിൽ ഇപ്പോൾ. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് എന്താ പറയുക കെമിക്കൽസ് ഉണ്ട്, ആവശ്യമില്ലാത്ത ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്, മെറ്റൽസ് ഉണ്ട്. ഇതൊക്കെ മനുഷ്യരാശിക്ക് തന്നെ വളരെ ഹാനി വരുത്താൻ സാധ്യതയുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ റീസൈക്കിൾ ചെയ്യണം, എങ്ങനെ റിക്കവർ ചെയ്യണം, എങ്ങനെ അതിനെ ഉപയോഗിക്കണം എന്നുള്ളതിന് പല സ്ഥലത്തും യാതൊരു ഐഡിയയില്ല. അപ്പോൾ ഇതിനെ ഒരു ഘട്ടത്തിൽ ഒരു വെസ്റ്റേൺ കൺട്രീസിലെ റിസർച്ചിൽ ഇവർ ഇതിനെയൊക്കെ ഒരു റോക്കറ്റിൽ മറ്റേ വലിയൊരു ടൺ കണക്കിന് വേസ്റ്റ് യൂണിവേഴ്സിൽ എവിടെയെങ്കിലും കൊണ്ട് ഡംപ് ചെയ്യാനുള്ള പ്രോജക്റ്റ് ഉണ്ടായി. പക്ഷെ അങ്ങനെ ഡംപ് ചെയ്യാൻ പറ്റില്ല, അത് അതിനേക്കാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് അവരത് ചെയ്തില്ല. പക്ഷേ ഈ ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ട്രഡീഷണലായിട്ട് നമ്മളിപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പണ്ട് അറിഞ്ഞിരുന്നില്ല ഇത്ര വലിയൊരു മാരകമായിട്ടുള്ള അവസ്ഥ ആയിട്ട് മാറുന്നു. ഇന്ന് നിങ്ങൾ നോക്കൂ, പ്ലാസ്റ്റിക് കാരണം നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് ഇതിൻ്റെ ഒരു 100 മടങ്ങ് കൂടുതൽ കഷ്ടപ്പാടിലേക്ക് അടുത്ത ജനറേഷൻ വരും. ഈ വേസ്റ്റിന് മാനേജ്മെൻറ്റിനും ഈ വേസ്റ്റ് കുറയ്ക്കാനും റീസൈക്കിൾ ചെയ്യാനും റിക്കവർ ചെയ്യാനും റീപർപ്പസ് ചെയ്യാനും നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വലിയൊരു വിപത്ത് വരും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒറ്റ പോയിൻ്റാണ്. ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. നിങ്ങൾ കുട്ടികൾ ഈ 2 ഫീൽഡിൽ, ഒന്ന് നമ്മുടെ എൻവറോൺമെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യൂ, 2 ഒരു സസ്റ്റൈനബിൾ സൊല്യൂഷന് വേണ്ടിയിട്ട്. പിന്നെ മൂന്നാമത് നിങ്ങൾ ജീവിക്കുന്ന ഈ ഭൂമി, ഈ വീട്, ഈ സ്ഥലം നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ചിട്ട് അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഇനി വരാൻ പോണ കാലത്തെ കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ ഗ്രാൻഡ് ചിൽഡ്രന് വേണ്ടിയിട്ട് ഇന്നത്തെ കണ്ടീഷനിലോ ഇതിലും നന്നായിട്ടോ നമുക്ക് തിരിച്ചു കൊടുക്കാം എന്നൊരു പ്രതിജ്ഞ കൂടി നമുക്ക് എടുക്കാം. അങ്ങനെ വിത്ത് ദാറ്റ് നോട്ട് ലെറ്റ് മീ കൺക്ലൂഡ് thanking each one of you for patiently listening me, and I wish you a very happy Engineers Day. Thank you so much.